ഹലോ, ട്രാവൽ സമ്മറിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മോണ്ടിനീഗ്രോയിലെ വിവിധ ഹോട്ടലുകളിലെ ഷെഫുമാർ നടത്തുന്നൊരു കോമ്പറ്റീഷനാണ് കേട്ടോ. അതും ഫുഡ് കോമ്പറ്റീഷനാണ്. ലൈവ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് അവിടെ തന്നെ തരുന്നത്. നമുക്ക് കഴിക്കണമെങ്കിൽ നമുക്ക് കഴിക്കാം, അവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഓക്കെ, ഇത് ബീഫാണ് കേട്ടോ. അത് അവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരുവാണ്. ഗ്രില്ലിൽ ഹീറ്റ് ചെയ്ത് ഓയിലൊക്കെ ഒഴിച്ച് നല്ലപോലെ വേവിച്ചായിരുന്നു കേട്ടോ. സാധനം കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഞങ്ങളുടെ കൂടെ വന്ന അവിടുത്തെ സെർബിയൻ ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു. അവർ മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ കഴിച്ചിട്ട് നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. ഇത് നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ 3-4 പേരുണ്ട്. ഞങ്ങൾ ഉള്ളിലേക്ക് കയറി പോകാട്ടോ. ഉള്ളിലേക്ക് കയറി പോയിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞങ്ങളെ തന്നെ ഉള്ളിലേക്ക് കയറ്റി വിടുകയല്ല, അതുകൊണ്ട് ഞങ്ങൾ സെർബിയൻസിൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു 3-4 പേരുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾ പോകുന്നു കേട്ടോ. ഡയാന ഫുൾ ടൈം ഇൻ ചാനൽ. ഇവിടെ ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഇവിടുത്തെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. വിവിധതരം കോഫി പൗഡർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. കാരണം കുറേ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ ലിക്വിഡ് ഉണ്ട്, ക്രീം വരുന്നുണ്ട്, പിന്നെ കുറേ പാവുകളും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് നമ്മുടെ കേരളത്തിലുള്ള കുരുമുളക് ഉണ്ട് കേട്ടോ. അതിനകത്ത് കുരുമുളക് ഒരു ടിന്നിലാക്കി ഇവർ വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ജാം ഐറ്റംസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ജാമൊക്കെ പ്യുവർ ജാമാണ് കേട്ടോ. പിന്നെ കോമ്പറ്റീഷൻ്റെ ഒരു പിക്ചർ പോലത്തെ സാധനങ്ങളാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏകദേശം കുറച്ച് സാധനങ്ങളൊക്കെ തടി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. തവി, സ്പൂണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേട്ടോ. ഇത് അവിടെ വരുന്നവർക്ക് ഐസ്ക്രീം എടുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. കാരണം വെറൈറ്റി ഐസ്ക്രീം കുറേ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വാനില് നമ്മൾ സാധാരണ നോർമലി നമ്മൾ കഴിക്കും മലയാളികളൊക്കെ. അപ്പോൾ എൻ്റെ കൂടെ വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നു മലയാളി. അപ്പോൾ ഞങ്ങളൊരു 2 വാനില ഐസ്ക്രീം എടുത്തു. പിന്നെ ചോക്ലേറ്റ് കുറേ ഫ്ലേവർ ഉണ്ട് അതിനകത്ത് കേട്ടോ. അതൊക്കെ അവിടെയുള്ള ആൾക്കാരൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ യൂറോപ്പിലെ കാരണം മെയിൻ ലിക്കർ ബ്രാൻഡ് ഐറ്റംസ് ആണ് കേട്ടോ വെച്ചേക്കുന്നത്. കുറച്ച് വില കൂടിയ ഐറ്റംസ് അല്ല. ഇത് കോമ്പറ്റീഷൻ നടക്കുന്ന അടുത്തുള്ള പൂളാണ് കേട്ടോ. കാണാൻ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഞാനൊരു ഐസ്ക്രീമാണ് എടുത്തത്. വാനില ഐസ്ക്രീം ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പം ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നേരെ റൂമിലേക്ക് പോയി.